അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22 ബുധനാഴ്ച. 13 പേർ കൊല്ലപ്പെട്ട മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയുമാണ് നൽകുക. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും. സ്ഫോടനത്തിന്റെ നടുക്കം മാറാതെ മുണ്ടത്തിക്കോട് ഗ്രാമം. മൃതദേഹാവശിഷ്ടങ്ങൾ പോലും കണ്ടുകിട്ടാതെ തോരാ കണ്ണീരുമായി ഉറ്റവർ. ഗുരുതരമായി പൊള്ളലേറ്റ് ജീവൻ മരണ പോരാട്ടവുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത് 13 പേർ. 5 പേരുടെ നില ഗുരുതരമാണ്. 9 മൃതദേഹങ്ങളിൽ 8 ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഒരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ചുപോയ ശരീരഭാഗങ്ങൾ DNA പരിശോധന നടത്തി തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനായി രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നിന്നുള്ള സംഘം തൃശൂരിൽ എത്തി. പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സജ്ജീകരിച്ചു. 4 കൺട്രോൾ റൂം ആരംഭിച്ചുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച തീരുമാനം നാളെ. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ 10:30 നടക്കും. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. തിരുവമ്പാടി ഇത്തവണ വെടിക്കെട്ടിനില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. സർക്കാരും ജനങ്ങളും എന്തു പറയുന്നോ അതനുസരിക്കും. തിരുവമ്പാടി ദേവസ്വത്തിലെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ 5 പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം നടത്തിപ്പിൽ ജനവികാരം പരിഗണിക്കുമെന്നും സർക്കാർ തീരുമാനമനുസരിക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷും വ്യക്തമാക്കി. വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് 32 പേർ ഉണ്ടായിരുന്നുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. അപകട കാരണം അടക്കമുള്ള വിഷയങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. കടുത്ത ചൂട് മൂലം സ്ഫോടക വസ്തുക്കൾക്ക് തീപിടിച്ചതായിരിക്കാമെന്ന് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ നിന്ന് അത്ഭുതകരമായി ഓടി രക്ഷപ്പെട്ട കരിമരുന്ന് ജോലിക്കാരൻ വിൽസൺ. 30 താഴെ ആളുകളെ വെടിക്കെട്ട് പുരകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അളവിൽ കൂടുതൽ കരിമരുന്നോ നിരോധിത രാസവസ്തുക്കളോ ഉണ്ടായിരുന്നില്ല. കാലിന് സുഖമില്ലാത്തതിനാലാണ് കരാറുകാരനായ സതീശന് ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. 48 വർഷമായി ചെയ്യുന്ന ജോലി ഇതോടെ അവസാനിപ്പിക്കുകയാണെന്നും വിൽസൺ പറഞ്ഞു. തൃശൂരിലെ വെടിമരുന്ന് സ്ഫോടനം കനത്ത ചൂടുമൂലമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ. ഷോർട്ട് സർക്യൂട്ട് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നടപടികൾ പൂർത്തിയായി. വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചു. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകൾ, റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകൾ എന്നിവയെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മരണമടഞ്ഞവരുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. വെടിക്കെട്ട് ദുരന്തം നടന്ന പ്രദേശത്തിനടുത്ത പാടത്ത് കെടാവർ നായ്ക്കളായ മായയും മർഫിയുമായി രാവിലെ നടത്തിയ തെരച്ചിലിൽ 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. പെട്ടിമുടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നായകളാണ് മായയും മർഫിയും.
വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മനുഷ്യജീവന് അപകടം ഉണ്ടാക്കുന്നവ തടയുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തുക ഉയർത്തണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ദുരന്തസ്ഥലം സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിലെ പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് പാലക്കാട് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് പന്തലേങ്ങാട് സതീശനും പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ. വെടിക്കെട്ട് നിർമ്മാണത്തിൽ 40ഓളം വർഷത്തെ പരിചയമുണ്ട്. 13 വർഷമായി തൃശൂർ പൂരത്തിന് വെടിക്കെട്ടൊരുങ്ങുന്നു. 2024 തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ടൊരുക്കിയത് സതീശനായിരുന്നു. അച്ഛൻ മണിപ്പാപ്പാനും ഇളയച്ഛനും വെടിക്കെട്ട് കരാറുകാരായിരുന്നു. മുണ്ടത്തിക്കോട് ഇത്രയും വലിയ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നെന്ന് പോലീസ് അറിഞ്ഞിരുന്നോയെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നോ എന്നും മുൻ DGPയും BJP നേതാവുമായ R. ശ്രീലേഖ. മനുഷ്യജീവനുകൾ ബലികൊടുക്കുന്ന പൂരങ്ങൾ എന്തിനാണെന്നും ഈ ഡിജിറ്റൽ യുഗത്തിലെങ്കിലും ഒരു പുനർചിന്തനം വേണമെന്നും R. ശ്രീലേഖ പറഞ്ഞു. വാൽപ്പാറ പൊള്ളാച്ചി റോഡിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഡ്രൈവർ നൌഷാദ് അലി അന്തരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാൻ തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരായ VN വാസവൻ, R. ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ വാർത്താസമ്മേളനം തടസ്സപ്പെടുത്തി സ്ത്രീയുടെ പ്രതിഷേധം. തന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം വെട്ടണമെന്ന പരാതിയിൽ പഞ്ചായത്ത് നടപടിയെടുത്തില്ലെന്നാരോപിച്ചാണ് അവർ വാർത്താസമ്മേളനം തടസ്സപ്പെടുത്തിയത്. വനിതാ പോലീസെത്തി അവരെ നീക്കം ചെയ്തു. പോടാ പുല്ലേ പോലീസെ എന്ന പോലീസിനെതിരെ മുദ്രാവാക്യവുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനു മുന്നിലെ പ്രതിഷേധ സമരത്തിൽ മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ R. ശ്രീലേഖ. വട്ടിയൂർക്കാവിലുണ്ടായ BJP-CPM സംഘർഷത്തിൽ CPMകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയത്. കോട്ടയം വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ടീം ക്രിസ്തീയ ഗാനം ആലപിച്ചതിന് വിമർശനം നേരിട്ടതിന് മറുപടിയുമായി ക്ഷേത്ര കമ്മിറ്റി. നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് സഹകരിച്ചാണ് പ്രോഗ്രാം നടത്തിയതെന്നും അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ടെന്നും ഗ്രാമത്തിന്റെ മതസൗഹാർദ്ദം തകർക്കരുതെന്നും കൺവീനർ വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഹിമാചൽ പ്രദേശ് സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ശമ്പളം താൽക്കാലികമായി തടഞ്ഞുവെക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിന്റെ ശമ്പളം 50%, ഉപമുഖ്യമന്ത്രി, മന്ത്രിമാർ, സ്പീക്കർ എന്നിവരുടെ ശമ്പളത്തിൽ 30%, MLAമാരുടെ ശമ്പളത്തിൽ 20% വെട്ടിക്കുറച്ചു. ബംഗാളിലും തമിഴ്നാടിലും നാളെ വോട്ടെടുപ്പ്. ബംഗാളിൽ മമതാ ബാനർജിയെ അമിത്ഷാ അധിക്ഷേപിച്ചെന്ന പ്രചരണം ശക്തമാക്കി. ദീദി എന്ന് തെരുവ് ഗുണ്ടകളെ പോലെ വിളിച്ചുവെന്നാണ് ആക്ഷേപം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീവ്രവാദിയെ പോലെയാണെന്ന് വിമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു, നിർമ്മല സീതാരാമൻ എന്നിവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഊർജ്ജമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ വരും വർഷങ്ങളിൽ 100% എഥനോൾ മിശ്രിതം നടപ്പാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. 26 നിരപരാധികളുടെ ജീവൻ അന്ന് നഷ്ടമായിരുന്നു. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആക്രമണം നടന്ന ബൈസരൺ വാലിയിൽ ഒരുക്കിയിരിക്കുന്നത്. മുംബൈയിലെ വർലിയിൽ ഭരണകക്ഷിയായ BJP സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ മന്ത്രി ഗിരീഷ് മഹാജനെ തടഞ്ഞു നിർത്തി യാത്രക്കാരിയുടെ ശകാരം.
ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. സ്കൂളിൽ നിന്ന് കുട്ടിയെ വിളിക്കാൻ പോയ യുവതി കിലോമീറ്ററുകളോളം ട്രാഫിക് കുരുക്കിൽ കുടുങ്ങിയതോടെ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്കിടയിലേക്കെത്തി മന്ത്രിയെ ശകാരിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ പ്രശസ്തമായ ദുർഗം ചെറുവു കേബിൾ പാലത്തിൽ ഭാര്യയുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടെത്തിയ കാറിടിച്ച് യുവാവ് മരിച്ചു. 32-കാരനായ ശ്യാംരാജാണ് മരിച്ചത്. അമേരിക്കയെ സഹായിച്ചാൽ UAE അടക്കം മിഡിൽ ഈസ്റ്റിലെ എല്ലാ എണ്ണപ്പാടങ്ങളും കത്തിച്ചു കളയുമെന്ന് ഇറാന്റെ ഭീഷണി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡറാണ് ഭീഷണി മുഴക്കിയത്. മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദനത്തോട് എന്നേക്കുമായി വിട പറയേണ്ടി വരുമെന്നാണ് കമാൻഡറെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിനു നേരെ ഇറാന്റെ ആക്രമണം. ഇന്നു പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സായുധ ബോട്ട് കണ്ടെയ്നറാണ് കപ്പലിനു നേരെ വെടിവയ്പ് നടത്തിയത്. ആക്രമിക്കപ്പെട്ട കപ്പലിന്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വെടിനിർത്തൽ കാലാവധി നീട്ടിയത് ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയുടെ നാവിക ഉപരോധത്തെ സൈനികമായി നേരിടുമെന്നും ഇറാൻ അറിയിച്ചു. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ $16,600 കോടി അധിക തീരുവ നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ റീഫണ്ടിനായുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അത്യാധുനിക ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ഉത്തര കൊറിയയിലെ സിൻപോ മേഖലയിൽ നിന്നും ഈസ്റ്റ് സീ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.